ഹായ്, നമസ്കാരം. AKS ന്യൂസ് ചാനലിൻ്റെ ഇന്നത്തെ വാർത്തകൾ പ്രധാനമായും ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ചില വിവാദ വിഷയങ്ങൾ, പ്രത്യേകിച്ചും UDFും LDFും CPM BJPയും നടത്തിയ വളരെ തന്ത്രപ്രധാനമായ ചില മണ്ഡലങ്ങളിലെ വിവാദ വിഷയങ്ങൾ ഈ ഇലക്ഷനിൽ ഉണ്ടാക്കിയ വളരെ മോശപ്പെട്ട ചില അവസ്ഥകളുണ്ടായിരുന്നു. പ്രധാനമായും UDF LDF മുന്നണികളിലെ നേതാക്കന്മാർക്ക് സീറ്റ് കൊടുത്തില്ല എന്ന വിഷയത്തിൽ പല സ്വാരസ്യങ്ങളും ഉടലെടുത്ത പശ്ചാത്തലമുണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തോടെ കൂടിയിട്ട് നടപ്പിലാക്കിയ പല പദ്ധതികൾ അട്ടിമറിക്കാൻ ഇവിടുത്തെ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിവിധ കക്ഷികൾ ശ്രമിച്ചു എന്നത് വസ്തുതാനിഷ്ഠമായ കാര്യമായിരുന്നു. അതിലുപരി പ്രധാനമായും UDFിലെ പല നേതാക്കന്മാർക്കും സീറ്റ് നൽകിയില്ല. സുധാകരനെ പോലുള്ള, അല്ലെങ്കിൽ സുധാകരനെ BJP അനുഭാവികളുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് വന്ന PJ ജോസഫ് തുടങ്ങിയ നേതാക്കന്മാർക്ക് സീറ്റ് കൊടുത്തില്ല. സുധാകരനെ എപ്പോഴും താറടിച്ച് കാണിക്കാനാണ് VD സതീശനെ പോലുള്ള നേതാക്കന്മാർ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വസ്തുത എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ഇവിടെ മൂല്യാധിഷ്ഠിതമായ ഭരണ മുന്നേറ്റത്തിലൂടെ LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയാൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള തൽപര കക്ഷികളും അതിലുപരി കുറച്ച് മതമൗലിക വർഗീയ സംഘടനകളെയും ചേർത്തുകൊണ്ട് കോൺഗ്രസ് പുതിയ മുന്നണിക്ക് രൂപം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ UDF തയ്യാറായത്. എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക എന്നതിലുപരിയായിട്ട് കോൺഗ്രസ്സിന് മറ്റുള്ള ഒരു തരത്തിലുള്ള ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ UDF സർക്കാർ CPM മുന്നണികൾ കേരളത്തിൽ നടത്തിയ കൊള്ളയും കൊള്ളിവെപ്പും തീവ്രവാദ പ്രവർത്തനങ്ങളും, പ്രധാനമായും ശബരിമലയിലെ കൊള്ള വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വോട്ട് കിട്ടാത്ത ഇടങ്ങളിൽ കള്ളവോട്ട് ചെയ്യാനുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങൾ കണ്ടെത്തി അതിനുള്ള ശ്രമങ്ങളും UDFിൻ്റെ BJP CPM നടത്തുകയുണ്ടായി. അതിലുപരി പാലക്കാട് പ്രവിശ്യയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രൻ, അവരെയും കള്ളവിവാദങ്ങളിലൂടെ അട്ടിമറിക്കാനുള്ള ശ്രമം UDFിൻ്റെ ഭാഗത്തുനിന്നും LDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇതിനെ മറുകിടം പിടിച്ചുകൊണ്ട് സർക്കാരിൻ്റെ രൂപത്തിൽ അധികാരത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ